സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഒരു ഉൾഗ്രാമമാണ്. സ്യാക്കിറും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള റിക്കയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ട ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് നാട്ടുകാരെല്ലാവരും പലതരത്തിലുള്ള അടക്കം പറച്ചിലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ അടുത്തേക്ക് എന്തോ വരുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി. അവളങ്ങനെ ശബ്ദം കേട്ട ആ ഒരു മുറിയിലേക്ക് പോയി നോക്കിയപ്പോൾ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടേതുപോലുള്ള മുഖച്ഛായുള്ള ഒരു പെൺകുട്ടിയെ ഒരു ചങ്ങലയ്ക്ക് ഇട്ടു വെച്ചിരിക്കുന്നതാണ് അവൾ കാണുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ മുഖമാണെന്നുണ്ടെങ്കിൽ ആകെ വികൃതമായിട്ടുണ്ട്. അതിവളെ നോക്കിയപ്പോൾ തന്നെ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്നും ഓടിപ്പോകുന്നു. പേടിച്ചരണ്ട പെൺകുട്ടിയാകട്ടെ അവളുടെ ഉപ്പയായിട്ടുള്ള സാക്കിറിനോട് കാര്യം പറയുന്നു. നാട്ടുകാരെല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട്, ഇപ്പം ഈ മരിച്ചുപോയ പെൺകുട്ടി ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾക്കുള്ള ഫലമെല്ലാം നരകത്തിൽ വെച്ച് അനുഭവിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മുടെ കൊച്ചു നായികയായിട്ടുള്ള ടിയാസ് കണ്ടത്. അവൾക്ക് പ്രേതങ്ങളൊക്കെ കാണാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്യാക്കിറിനെയും കുടുംബത്തെയും പരിചയപ്പെടാം. സ്യാക്കിറിന്റെ ഭാര്യയാണ് റിക്ക. ഇവർക്ക് 4 മക്കളാണുള്ളത്. ഒന്ന് അസീസ, പിന്നെ ഈ പറഞ്ഞ ചെറിയ പെൺകുട്ടിയായിട്ടുള്ള ടിയാസ്, പിന്നെ മകനായിട്ടുള്ള ഫജർ, പിന്നെ ഒരു മൂത്ത മകനുണ്ട്, അവന്റെ പേരാണ് സലി. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്യാക്കിർ തന്റെ 4 മക്കളെയും അച്ചടക്കത്തോടെയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കുള്ള ഫലവും നരകത്തിൽ നമ്മൾ അനുഭവിക്കും. 4 മക്കളും ഉപ്പ പറയുന്ന പോലെ തന്നെ അനുസരിച്ചു. നിസ്കാരവും പ്രാർത്ഥനയും അതുപോലെ തന്നെ നന്മയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ ഒരു കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കുട്ടികളും വളർന്നു വലുതായി. സ്യാക്കിറിന്റെ ഭാര്യയായിട്ടുള്ള റിക്ക ഇപ്പോൾ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്യാക്കിർ ആകട്ടെ ബാത്റൂമിൽ കയറിയിരിക്കുന്ന തന്റെ മകളോട് പെട്ടെന്ന് ഇറങ്ങാൻ പറയുകയാണ്. എന്തോ കള്ളത്തരം ഒളിപ്പിച്ചുകൊണ്ട് ഈ വരുന്നതാണ് ടിയാസ്. സംഭവം മറ്റൊന്നുമല്ല, അവൾക്ക് ടെസ്റ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 15 മാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇക്കാര്യം അമ്മയോട് പറയാനായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. ഉപ്പ എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് തല്ല് കിട്ടും. അതുകൊണ്ട് തന്നെ ഉമ്മയായിട്ടുള്ള റിക്കയെ കണ്ട് അവൾ കാര്യം പറയുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഫജർ വരുന്നത്. ഒരു യോയോ പയ്യനാണ് നമ്മുടെ ഫജർ. ഇന്ന് രാത്രി വീട്ടിലേക്ക് വരില്ല, എനിക്ക് കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ട് ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ മുത്തം കൊടുത്ത് അവൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുന്നു. അപ്പോഴാണ് ഏറ്റവും മൂത്ത മകനായിട്ടുള്ള നമ്മുടെ സെലി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവനിപ്പോ ജക്കാർത്തയിലാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് അവനെ. പ്രത്യേകിച്ച് ഇവരുടെ ഉപ്പയായിട്ടുള്ള സ്യാക്കിറിന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് സെലി ചെയ്യാറുള്ളത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജക്കാർത്തയിൽ നിന്ന് തന്റെ കുടുംബത്തിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന പല ഗിഫ്റ്റുകളും അവൻ കൊടുക്കുകയാണ്. ഉപ്പാക്ക് ഒരു ഫോണ്, അസീസയ്ക്ക് ഒരു പാവക്കുട്ടി, പിന്നെ നമ്മുടെ ട്യാസിന് കൊടുക്കുന്നത് മാത്തമാറ്റിക്സിന്റെ ഒരു ബുക്കാണ്. ആരും കാണാതെ ഫജർ, അതായത് അനിയന് കൊടുക്കുന്നതാകട്ടെ ഒരു സെന്റും കുപ്പിയാണ്. ഉപ്പ കാണാതെ അവനത് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഉപ്പയ്ക്ക് ഈ സെന്റ് അടിക്കുന്ന പരിപാടിയൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം കൂടി സംഭവിച്ചു. നമ്മുടെ ട്യാസിന്റെ കയ്യിൽ നിന്ന് അവളുടെ ആ ഒരു ടെസ്റ്റ് പേപ്പർ അറിയാതെ നിലത്ത് വീണുപോയി. അതാണെന്നുണ്ടെങ്കിൽ ഉപ്പയായിട്ടുള്ള സ്യാക്കിർ കണ്ടു. അന്ന് രാത്രി തന്നെ നമ്മുടെ ട്യാസിന് ഉപ്പയുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ചൂരൽ കഷായം കിട്ടി. ഈ ഒരു പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മയായിട്ടുള്ള റിക്കയാകട്ടെ ഇപ്പൊ ഖുറാനും മറ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്യാക്കിറിന് ഒരു ഫോൺ കോൾ വരുന്നത്. സംഭവം മറ്റൊന്നുമല്ല, അസീസയുടെ കൂടെ പഠിക്കുന്ന ഡിനി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ അസീസയ്ക്ക് യാതൊരു സങ്കടമൊന്നുമില്ല. അപ്പോഴാണ് സെലി അവളുടെ റൂമിലേക്ക് ചെന്നിട്ട് നിനക്ക് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. സെലി പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു മ്യൂസിക് ആൽബം ഇപ്പോൾ അവളുടെ അടുത്ത് കൊടുക്കുന്നു. ഉപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം ഉപ്പയ്ക്ക് ഈ പാട്ടും കൂത്തൊന്നും ഒട്ടും ഇഷ്ടമല്ല. വളരെ ചെറുപ്പത്തിലെ തന്നെ അസീസയ്ക്ക് പാട്ട് പാടാനായിട്ട് ഭയങ്കര കമ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല അവൾ നന്നായിട്ട് പാടുകയും ചെയ്യും. ഇന്നൊരു ഫെസ്റ്റ് ഉണ്ട്, ആ ഒരു ഫെസ്റ്റിൽ പാടണമെന്ന് അവൾക്ക് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പുറത്തു പോകാനായിട്ട് പറ്റില്ല, രാത്രിയാണ്. സെലിയാകട്ടെ ഈ ഒരു ഫെസ്റ്റിന് അവളെ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഇവരുടെ ഉപ്പയും ഉമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മരണ വീട്ടിലേക്ക് പോകുന്ന തക്കം ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ അസീസേനെ ഈ ഒരു ഫെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ ട്യാസ് പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരി മരണപ്പെട്ടിരിക്കുകയല്ലേ, അപ്പൊ നീ ഇങ്ങനെ പോയിട്ട് പാട്ടൊക്കെ പാടുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും ഇവരുടെ ഉപ്പയുമ്മയായിട്ടുള്ള സ്യാക്കിറും റിക്കയും കൂടി ചേർന്നിട്ട് മരണ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. മൂത്ത മകനായിട്ടുള്ള സെലീമിനെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നത്. അസീസയെ ആ ഒരു ഫെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഫജറിന്റെ അടുത്തും ഇപ്പൊ നമ്മുടെ സെലി പറഞ്ഞു. ഫജർ ആദ്യം സമ്മതിച്ചില്ല, എനിക്കൊന്ന് കമ്പൈൻ സ്റ്റഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സെലിക്ക് കാര്യം മനസ്സിലായി. അതായത് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇനി ഒന്നും ആരും ആലോചിക്കേണ്ട, എല്ലാവരും പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും അവൾ ആ ഒരു ഫെസ്റ്റിൽ പങ്കെടുപ്പിക്കണം. എല്ലാവരും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വാ, എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഇറങ്ങാം. ഇതിന്റെ ഇടയിൽ കാമുകിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഫജറിന്റെ അടുത്തേക്ക് സെലി വന്നിട്ട് അത് കൈയോടെ പൊക്കുന്നുണ്ട്. മറുവശത്ത് അസീസിയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഡിനി മരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ശവത്തെ ഇങ്ങനെ കെട്ടി പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ ആ ഒരു പെൺകുട്ടി മരിച്ചപ്പോൾ പറഞ്ഞ അതേ നാട്ടുകാർ ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടും വേണ്ടാതേന്നൊക്കെ പറയുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു അന്ധനായിട്ടുള്ള വൃദ്ധനും കുറച്ച് ആളുകളും ഈ ഒരു
മരണ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ കുട്ടികളെ കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടേ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സമയത്ത് നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവർ മുറിച്ച് കടന്ന് പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് പുഴ കടന്ന് പോകരുതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരാരും അത് കേട്ടില്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ടിയാസയ്ക്ക് നല്ല പേടിയുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ ഇത് വേണോ, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സെലിയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മുന്നോട്ട് നടക്ക് എന്നും പറഞ്ഞ് അവർ ആ ഒരു മഴയത്ത് ഈ ഒരു പുഴ മുറിച്ച് കടക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ മരണ വീട്ടിൽ കരണ്ട് പോവുകയാണ്. ഇവരുടെ അമ്മ, അതായത് റിക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഡിനിയുടെ ശവത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ശവമാകട്ടെ പെട്ടെന്ന് അവളെ നോക്കിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. തൻ്റെ മക്കൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്നൊരു തോന്നല് റിക്കയ്ക്ക് അപ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ സത്യമായിരുന്നു. ആ ഒരു പുഴ മുറിച്ച് കടക്കുമ്പോൾ അവിടെ നല്ല തെന്നലുണ്ടായിരുന്നു. ഇവർ 4 പേരും ആ ഒഴുക്കിൽ പെട്ടിട്ട് അവിടെ നിന്നും ഒലിച്ചു പോവുകയാണ്. പരസ്പരം രക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചെങ്കിലും നടന്നില്ല. മറുവശത്ത് ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് എത്തിയപ്പോൾ മക്കളെ കാണാനില്ല. വീട് മൊത്തം അരിച്ചു പെറുക്കിയ റിക്കിയാകട്ടെ ഇപ്പോൾ റൂമിലേക്ക് ചെന്നപ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു പ്രേതമായിരുന്നു. അതിന്റെ വായിൽ നിന്നൊക്കെ ചോര വീഴുന്നുണ്ട്. ഉമ്മ എന്ന് അവളെ വിളിക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട് റിക്കയാകെ ഞെട്ടിത്തരിച്ചു പോയി. നിലവിളിച്ച സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് സ്യാക്കിറും വന്നു. സ്യാക്കിർ അവളെ സമാധാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് കേട്ട നമ്മുടെ സ്യാക്കിറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നിസ്കരിക്കുമ്പോൾ ആ ഒരു നിസ്കാരം നടത്താനായിട്ട് നമ്മുടെ റിക്കയ്ക്ക് കഴിയുന്നില്ല. അവളെ അലട്ടിക്കൊണ്ട് എന്തൊക്കെയോ മക്കളുടെ ശബ്ദങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഇവരുടെ വീട്ടിലേക്ക് അന്ധനായിട്ടുള്ള ആ ഒരു മനുഷ്യനും പിന്നെ കുറച്ച് നാട്ടുകാരും വരുന്നു. നിങ്ങളുടെ മക്കളോട് ഞങ്ങൾ പറഞ്ഞതാണ് ആ ഒരു പുഴ മുറിച്ചു കടക്കരുത്, അതും ഈ ഒരു മഴയത്ത്. പക്ഷെ അവരത് കേട്ടില്ല. അവരവിടെ നിന്നും ഒലിച്ചു പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഈ മാതാപിതാക്കൾ ആകെ സങ്കടത്തിലാകുന്നു. അന്ന് രാത്രി മുഴുവൻ നാട്ടുകാർ മൊത്തം അവരെ തേടി ആ ഒരു പുഴയുടെ പരിസരം അലഞ്ഞു. പക്ഷെ കിട്ടിയില്ല. എലിയുടെ ബാഗ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. അടുത്ത ദിവസം റെസ്ക്യൂ ടീമും ആംബുലൻസും മറ്റുള്ള സംഘവും എല്ലാം വന്ന് കൂട്ടത്തെരച്ചിൽ ആരംഭിച്ചു. റിക്കയാകട്ടെ ഇപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് നാട്ടുകാരും റെസ്ക്യൂ സംഘവും കൂടി ചേർന്ന് ആദ്യം കണ്ടെത്തുന്നത് നമ്മുടെ സെലിയുടെ മൃതദേഹമാണ്. സെലിയുടെ പിതാവായിട്ടുള്ള സ്യാക്കിർ പൊട്ടിക്കരയുന്നു. പിന്നീട് കാണിക്കുന്നത് സെലി ഇപ്പോൾ നരകത്തിൽ നിൽക്കുന്നതാണ്. നരകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കെട്ടുകഥയിലൊക്കെ കാണാറില്ലേ, കഫം കുടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാടിട്ട് നരകിപ്പിക്കുന്ന, തീയൊക്കെ നമ്മുടെ മേത്തോട്ടിടുന്ന അങ്ങനത്തെ നരകം. അവിടെ ഒരുപാട് പേരെ അവിടുത്തെ കാവലാളുകൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സെലിക്ക് കാണാനായിട്ട് കഴിയുന്നത്. സെലിയുടെ തൊട്ടടുത്തിരുന്ന ഒരാളെ വലിച്ചുകൊണ്ട് പോയിട്ട് വലിയൊരു തീജ്വാല അയാളുടെ തലയിലേക്കൊക്കെ ഒഴിച്ച് ഇല്ലാതാക്കുന്നു. അതിനുശേഷം നമ്മുടെ സെലിയെയും അവർ പിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു പാസ്റ്റാണ്. ഉമ്മ വന്നിട്ട് നിസ്കരിക്കാനായിട്ട് നമ്മുടെ സെലിയോട് ആവശ്യപ്പെടുമ്പോൾ അവൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ തെരച്ചിലിനൊടുവിൽ വീണ്ടും ഒരു മൃതദേഹം കണ്ടെത്തി. അത് നമ്മുടെ ഫജറിന്റെ ആയിരുന്നു. അങ്ങനെ 2 ആൺമക്കളുടെയും മൃതദേഹം കൊണ്ട് നമ്മുടെ സ്യാക്കിർ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മയായിട്ടുള്ള റിക്കയ്ക്ക് ഇത് കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ശവം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മൃതദേഹങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഫജറിനെയാണ്. അവനും ഇപ്പോൾ നരകത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവനും പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. വീണ്ടും ഒരു പാസ്റ്റിലേക്ക് പോകുന്നു. സെലി തന്റെ അനിയന് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്, അതായത് ഒരു മസാജ് സെന്ററിന്റെ. സ്വന്തം അനിയനോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത സ്ത്രീ വിഷയങ്ങളൊക്കെ സെലി തന്റെ അനിയനോട് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. മൃതദേഹങ്ങളെല്ലാം വെള്ളത്തുണിയിൽ ഇപ്പൊ മൂടിക്കെട്ടി. നാട്ടുകാരൊന്നടങ്കം പറയുന്നത് നല്ല മഴയാണ് പുറത്ത്. മാത്രമല്ല സെമിത്തേരിയിലേക്ക് പോകുന്ന വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റുകളില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമുക്ക് ശവമടക്കാം എന്നാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. അന്ന് രാത്രി ഉമ്മയായിട്ടുള്ള റിക്കയാകട്ടെ ഇപ്പോൾ ഫജറിന്റെ റൂം പരിശോധിക്കുമ്പോൾ തൻ്റെ മകൻ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധത്തിലാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. മാത്രമല്ല ഒരു കോണ്ടത്തിന്റെ പാക്കറ്റും അവൻ്റെ ഉമ്മ അവിടെ നിന്നും കണ്ടെടുക്കുന്നു. ഇതുകൂടിയായപ്പോൾ തൻ്റെ മകൻ ഒരു പാപിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഫജറിന്റെ മൃതദേഹത്തിനരികിലിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ പല പെൺകുട്ടികളുമായിട്ടും ഇവന് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് ഇവന്റെ ഉമ്മയ്ക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല. ഉപ്പയായിട്ടുള്ള സ്യാക്കിറാകട്ടെ അങ്ങോട്ടേക്ക് വന്ന് റിക്കയെ സമാധാനിപ്പിക്കുന്നു. മറുവശത്ത് നരകത്തിലാകട്ടെ ഫജറിനെ അവിടുത്തെ കാവലാള് വലിച്ചഴിച്ച് കൊണ്ടുപോയി അവന്റെ കണ്ണിനിട്ട് നല്ല പണി കൊടുക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കുന്നിന് മുകളിൽ നിന്നും അവനെ എടുത്ത് താഴേക്കിടുന്നു. ഇത് കണ്ട് വിഷമിച്ചു നിന്ന നമ്മുടെ സെലിയെയും ആ ഒരു കാവലാള് ഇതേ പ്രവൃത്തി തന്നെ ചെയ്യുന്നു. ഇവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാക്കളാണ്. അതായത് മരിച്ചു കഴിഞ്ഞ് ആത്മാക്കൾ നേരെ ചെന്നിരിക്കുന്നത് നരകത്തിലേക്കാണ്. മറ്റൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യം കൂടി സംഭവിച്ചു. നാട്ടുകാരുടെ തെരച്ചിലിന്റെ ഫലമായിട്ട് ഇപ്പോൾ ത്യാസയെ കണ്ടെത്തി. മരണത്തോട് മല്ലിട്ട് നിൽക്കുകയാണ് അവിടെ. ഇപ്പോൾ ത്യാസയുടെ ആത്മാവും ഇപ്പോൾ നരകത്തിലാണ്. മറുവശത്ത് വീട്ടിലാകട്ടെ നമ്മുടെ സ്യാക്കിറിന് ചെറിയ കുറ്റബോധമൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട്. തൻ്റെ മകളെ അത്രയും ഉപദ്രവിക്കേണ്ടായിരുന്നു എന്നൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വരുന്നു.
മകളുടെ ആ ഒരു ബുക്ക് എടുത്തു നോക്കിയപ്പോൾ മാർക്ക് കുറഞ്ഞ ആ ഒരു പേപ്പറിന്റെ റിസൾട്ട് അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല ഇനിയുള്ള എക്സാമിൽ ഞാൻ ഉപ്പയെ ഒരിക്കലും നാണം കെടുത്തില്ല, നല്ല മാർക്ക് വാങ്ങിക്കും എന്നൊക്കെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രേതങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ത്യാസയ്ക്ക് കഴിയുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മാതാപിതാക്കളോട് വന്ന് പറയുമ്പോൾ ത്യാസയുടെ അടുത്ത് എപ്പോഴും നമ്മുടെ സ്യാക്കിർ പറയുന്നത് പ്രാർത്ഥിക്കാനാണ്. ഇപ്പോഴിതാ ആ ഒരു അന്ധനായിട്ടുള്ള ആളും ഇവരുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹവും അതേപോലെയുള്ള കുറച്ച് അന്ധരായിട്ടുള്ള മറ്റു വ്യക്തികളും കൂടി ചേർന്നിട്ട് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് അവരുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൈസ നമ്മുടെ സെലിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനത് ദുരുപയോഗം ചെയ്യുകയായിരുന്നു. പൈസ മൊത്തം അവനെടുത്ത് ഗാംബ്ലിങ്ങിനും അതുപോലെ തന്നെ പല രീതിയിൽ പുട്ടടിച്ച് ചെലവാക്കി. വീട്ടിലേക്ക് വരുമ്പോൾ മകൻ ജോലി ചെയ്ത പൈസയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അവൻ കൊടുത്തു. പക്ഷേ ഇതെല്ലാം ആ പാവങ്ങളെ പറ്റിച്ച പൈസയായിരുന്നു. മാതാപിതാക്കളുടെ മുമ്പിലാകട്ടെ വളരെ മാന്യനായിട്ടുള്ള ഒരു പുത്രനായിരുന്നു സെലി. പക്ഷേ അവന്റെ ഉള്ളിരിപ്പ് ഒട്ടും ശരിയല്ലായിരുന്നു. മറുവശത്ത് നമ്മുടെ പാവം ത്യാസയാകട്ടെ നരകത്തിലെ തന്റെ സഹോദരങ്ങളെ ഈ ഒരു കാവലാളുകൾ ഉപദ്രവിക്കുന്ന കാഴ്ച കണ്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് സ്യാക്കിറാകട്ടെ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത തന്റെ മകളായിട്ടുള്ള അസീസയെ തെരഞ്ഞ് ഇപ്പൊ ആ ഒരു പുഴയ്ക്കരികിലേക്ക് പോകുന്നു. സ്യാക്കിർ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാറക്കെട്ടിനടിയിലായിട്ട് അവളെ അവൻ കണ്ടെത്തുന്നു. പക്ഷേ അസീസയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. മകളെ നെഞ്ചോട് ചേർത്ത് സ്യാക്കിർ ഒരുപാട് നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോഴേക്കും 2-3 നാട്ടുകാര് അങ്ങോട്ടേക്ക് വന്നു. മകളുടെ മൃതദേഹം എടുക്കാനായിട്ട് അവര് സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്യാക്കിർ സമ്മതിച്ചില്ല. സ്യാക്കിർ ഒറ്റയ്ക്ക് തന്റെ മകളുടെ മൃതദേഹം കൊണ്ട് വീട്ടിലേക്ക് പോയി. ഇപ്പോഴിതാ ശവം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തന്നെ നമ്മുടെ റിക്ക അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റിക്ക അറിഞ്ഞപ്പോഴേക്കും അവൾക്കത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. മൃതദേഹം കുളിപ്പിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ റിക്ക വന്നിരിക്കുകയാണ്. എന്നിട്ട് അവസാനമായി തന്റെ മകളെ ഒരു നോക്ക് കാണുന്നു. പിന്നീട് കാണിക്കുന്നത് നരകം തന്നെയാണ്. അവിടേക്ക് അസീസിയുടെ ആത്മാവും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവൾക്കും നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടുന്നു. അസീസയും ഒട്ടും മോശമായിരുന്നില്ല. ഡിനി എന്ന് പറയുന്ന അവളുടെ കൂട്ടുകാരി മരിച്ചിട്ട് പോലും തുള്ളി കണ്ണീര് പോലും അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ അടുത്ത ദിവസം രാവിലെ തന്നെ ശവമടക്കാനായിട്ട്, അതായത് 3 പേരുടെയും മൃതദേഹവുമായിട്ട് ഇപ്പോൾ ഇവർ പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിത്തീരാനായിട്ട് ഒറ്റ കാരണം ഞാൻ മാത്രമാണ്. ഞാൻ അവർക്ക് ഒരിക്കലും ഒരു നല്ല ഉപ്പ ആയിരുന്നില്ല. എന്റെ കടുംപിടുത്തം കാരണമാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. മരണാനന്തര ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. നമ്മുടെ ത്യാസയ്ക്ക് ഇതുവരെ ഒരു പനിഷ്മെന്റും കിട്ടിയിട്ടില്ല. ത്യാസയുടെ സഹോദരിയായിട്ടുള്ള നമ്മുടെ അസീസയ്ക്കും അതുപോലെ തന്നെ ഫജറിനും സലീമിനും അവളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ കാവലാളുകൾ ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു കാവലാളുകൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന മുഖംമൂടി മാറ്റുമ്പോൾ അത് സെലിയെ ഉപദ്രവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സെലിയുടെ ഒരു രൂപം തന്നെയാണ്. അവരവരെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ത്യാസയ്ക്ക് കാണാനായിട്ട് കഴിയുന്നത്. ത്യാസയുടെ രൂപത്തിലുള്ള ആ ഒരു കാവലാള് അവളോട് പറയുന്നുണ്ട്, നിനക്കുള്ള സ്ഥലം ഇതല്ല, നീ ഇവിടെ എന്നും പോകേണ്ടതായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഉപ്പ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിച്ചിരുന്ന ഒരു മകളായിരുന്നു നമ്മുടെ ത്യാസ. നല്ല രീതിയിലുള്ള നിസ്കാരം, ഭയഭക്തി, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അന്നമില്ലാത്തവർക്ക് അന്നം കൊടുക്കുന്നത്, എല്ലാം വളരെ നല്ല രീതിയിലാണ് ത്യാസ ചെയ്തു വന്നിരുന്നത്. ത്യാസ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അവളുടെ സഹോദരിയും 2 സഹോദരന്മാരും ഇപ്പോഴും നരകത്തിൽ നരകിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ഹോസ്പിറ്റൽ കിടക്കയിൽ ഇതുവരെ കോമയിൽ കിടന്നിരുന്ന നമ്മുടെ ത്യാസ ഉണരുന്നു. പിന്നീട് ഇവർ 3 പേരാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ത്യാസയും ഉമ്മയായിട്ടുള്ള റിക്ക, പിന്നെ ഉപ്പയായിട്ടുള്ള സ്യാക്കിർ. മരിച്ചുപോയ മക്കളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് സ്യാക്കിറും കുടുംബവും. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പാപകർമ്മങ്ങൾ എന്ത് തന്നെയായിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ നരകത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നൊരു മെസ്സേജ് കൂടി, ഒരു നല്ല മെസ്സേജ് എന്നുള്ള രീതിയിൽ, അത് ഏത് മതമായിക്കോട്ടെ, പ്രാർത്ഥനയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പെരുമാറുന്നത്, അന്നമില്ലാത്തവർക്ക് അന്നം കൊടുക്കുന്നത് എല്ലാം അതിൽ പെടുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ ദുഷ്കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിലം പതിക്കും എന്നൊരു മെസ്സേജ് കൂടി ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.